Kerala was overwhelmed with celebrations after their favorite football team, Argentina, won the FIFA World Cup. But from Kerala, that is a state in southern India that is mad about football, especially now, of course, that the World Cup. കേരളത്തിന്റെ ഫുട്ബോൾ സ്നേഹം പങ്കുവച്ച് സൂപ്പർ താരം നെയ്മർ. കേരളത്തിലെ ബ്രസീൽ ആരാധകർ വെച്ച കട്ടൌട്ടിന്റെ ചിത്രം പങ്കുവച്ചാണ് താരം കേരളത്തിന് നന്ദി പറയുന്നത്. ഞാൻ പണ്ട് മുതലേ ഒരു അർജന്റീന ആരാധകനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിരുന്നത് ക്രസ്പോയും ബാറ്റിസ്റ്റൂട്ടയും പന്തിടുന്നതാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയായിരുന്നു അർജന്റീന. അന്നും അത്ര നല്ലൊരു ടീമായിട്ട് ബ്രസീൽ ഉണ്ടായിരുന്നിട്ട് കൂടി നമുക്ക് അന്ന് ഇഷ്ടം തോന്നിയത് ഒരു ടീം എന്ന് പറഞ്ഞാൽ അത് അർജന്റീനയാണ്. ആ കാലം മുതലേ നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് പാലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ടേ അതിലുള്ള മുതിർന്ന പ്ലേയേഴ്സ് പല സ്ഥലങ്ങളിലും ടൂർണമെൻറ്റ് കളിക്കാൻ പോയി ട്രോഫി കൊണ്ടുവരുന്നു. അവർ പല സ്ഥലങ്ങളിലും കളിക്കുന്നതും നമ്മുടെ എല്ലാം കൺമുന്നിലൂടെ മറഞ്ഞുപോയി. പിന്നീട് നമ്മളും അതിൻ്റെ ഒരു ഭാഗവാക്കായി. അപ്പോൾ അതിൻ്റെ ഒരു വരുന്ന ഒരു തലമുറയെ കൂടി അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ കീഴെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നൊരു തലമുറ കൂടി പുതുതായി വന്നു. ഇനിയും അടുത്തൊരു തലമുറ കൂടി പുറയിൽ അതിനുശേഷം വരാനായിട്ടിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ഇനിയും മുന്നോട്ട് തന്നെ നടന്നു പോകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ക്ലബ്ബ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം മൂവാറ്റുപുഴ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ കോതമംഗലം റൂട്ടിൽ മാറി പെരുമറ്റം ബ്രിഡ്ജിനോട് ചേർന്നുള്ളൊരു പ്രദേശമാണ്. പ്രായഭേദമന്യേ എല്ലാ ജനറേഷനിലുള്ള ആളുകളും ഞങ്ങളുടെ ക്ലബ്ബിൽ അംഗമാണ്. ഏകദേശം 140ഓളം മെമ്പർമാരുണ്ടായിരുന്നു. ഈ നമ്മുടെ പ്രദേശത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 50 വർഷം മുമ്പ് ഇവിടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ജീനിയർ സ്പോർട്സ് കോർണർ എന്നാണ് ക്ലബിന്റെ പേര്. ഞങ്ങളുടെയൊക്കെ ഇക്കാമാരും അതുപോലെ തന്നെ കാരണവന്മാരെ കളിച്ചുകൊണ്ടിരുന്ന സംവിധാനമാണ്. പിന്നീട് വന്ന തലമുറയായിരുന്നു ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന തലമുറ. ഞങ്ങൾ ആ ജീനിയർ സ്പോർട്സ് കോർണർ എന്ന് പറയുന്ന ക്ലബിന്റെ ലെഗസി പിന്തുടരുകയും പിന്നീട് ഞങ്ങൾ വിവിധ കോളേജ് സൗണ്ട്സ് ഫുട്ബോൾ ടൂർണമെന്റുകളും ഒക്കെ കളിക്കുകയും കപ്പടിക്കുകയും ക്ലബ്ബ് നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പൊ ആ ഒരു യുവതലമുറയുടെ കയ്യിലേക്ക് ആ ഒരു സംവിധാനം വരികയും അത് വളരെ മികച്ച രീതിയിൽ തന്നെ വളരെ നല്ലൊരു ക്ലബ്ബായി വളരെ അച്ചടക്കത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഒരുപാട് പ്ലേയേഴ്സ് പണ്ടുകാലം മുതൽ കളിച്ച് പല തലങ്ങളിൽ കളിച്ച് അവരുടെ കഴിവ് തെളിയിച്ച ഒരു മേഖലയാണ് പാലം പെരുമറ്റം മേഖല. ശരിക്കും പറഞ്ഞ ഒരു മിനി മലപ്പുറം എന്ന് തന്നെ പറയാം ഞങ്ങളുടെ പ്രദേശത്തെ. ശരിക്കും അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും സ്പോർട്സിന് ഏറ്റവും കൂടുതൽ അഭികാമ്യമായ ഒരു സ്ഥലമാണ് ഈ ഞങ്ങളുടെ പാലം ഏരിയ. ഇവിടെ എപ്പോഴും സ്പോർട്സിന് എപ്പോഴും ഒരു ആഭിമുഖ്യമുള്ള ഒരു ഏരിയ ആണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ വരും തലമുറയുടെ പ്ലേയേഴ്സിന് ചെറിയ പിള്ളേരെ കണ്ടെത്തി അവർക്കെല്ലാം പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് 5 വർഷം മുമ്പ് പ്രീമിയർ ലീഗ് തുടങ്ങിയത്. നിലവിൽ മൊത്തം 8 ടീമുകളാണ് നമ്മുടെ പ്രീമിയർ ചാമ്പ്യൻസ് ലീഗിലുള്ളത്. അതിൽ ഗോൾഡൻ സ്റ്റാർസ് FC, ഞാൻ നാസിമൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. പിന്നെ ഉള്ളത് പാലം മാഡ്രിഡ് ഉണ്ട്, സ്പോർട്ടിംഗ് FC പാലമുണ്ട്, ക്രിസ്റ്റൽ പാലമുണ്ട്, സാൻഡോസ് FC ഉണ്ട്, യുണൈറ്റഡ് FC ഉണ്ട്, ഗണ്ണേഴ്സ് FC ഉണ്ട്, പിന്നെ ഫ്രാൻസ്കോ FC ഉണ്ട്. അങ്ങനെ മൊത്തം 8 ടീമുകൾ.
ഈ പാലം ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങളുടെ ടീം ആദ്യമായിട്ടാണ് ഗോൾഡൻ സ്റ്റാർസ് FC എന്ന് പറഞ്ഞിട്ട് ഞാനും നാസും കൂടെ കൂടിയിട്ട് ഇത്തവണ ഒരു പുതിയൊരു ടീം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ അവരെ ഏകദേശം ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി എല്ലാവരും പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് മാച്ചുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് ഈ ഒരു സംഘത്തിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ടീമിനെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ശേഷം പിന്നെ നമുക്ക് വേണ്ട ടീമിന് വേണ്ട കിറ്റാണ്. അതായത് നമുക്ക് ടീമിൻ്റെ ജേഴ്സി, ബൂട്ട്, പിന്നെ ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ടീമിൻ്റെ ഒരു പൂർണ്ണ രൂപം വന്നത് ശരിക്കും ജേഴ്സി ഇട്ടതിന് ശേഷമാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ 5ാമത് സീസണിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. കളിക്കുക, അതിലൂടെ നല്ല പ്ലെയർ ആവാൻ ശ്രമിക്കുക, പരിചയമുണ്ടാക്കാതെ കളിക്കുക. അത്രേ എനിക്കിത് പറയാനുള്ളൂ. ഇതിന് എല്ലാവരും ആശംസകളും കഴിഞ്ഞോടൊപ്പം ഔദ്യോഗികമായിട്ട് എല്ലാവരുടെ അനുഭവത്തോടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്തവണ നല്ലൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ സീസണിലെ ഏറ്റവും നല്ല പ്ലെയറായിട്ടും ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത യാമിസ്, അതേപോലെ അമാസ്, അതേപോലെ മിസ്ഹബ്, പിന്നെ അൻസൽ, സ്റ്റാർ ഗോൾ കീപ്പറായിട്ടുള്ള മാഹിൻ, കൊച്ചി എന്നറിയപ്പെടുന്ന മാഹിൻ, അങ്ങനെ നല്ല നല്ല പ്ലെയേഴ്സുകളുണ്ട്. അതുകൊണ്ട് ഇത്തവണ നല്ലൊരു രീതിയിലുള്ള കളി കാഴ്ചവെച്ച് ഞങ്ങൾ കപ്പെടുക്കും എന്നുള്ളൊരു നല്ലൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. ഈ ചെയ്യുന്നതും ഈ ലീഗ് നടത്തുന്നതും ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുവന്നതും എല്ലാം കളി കാണാനുള്ള സൗകര്യങ്ങൾ നടത്തും. ഇതുൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നമ്മൾ ആ കളിയെ അത്രയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ചാമ്പ്യൻസ് ലീഗ് നടത്തുന്നതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനാഫ് ഏറ്റവും കൂടുതൽ പണിയെടുത്തൊരു വ്യക്തിയാണ്. നമ്മുടെ ക്ലബിന്റെ എല്ലാത്തിൻ്റെയും നെടുന്തൂണായ മനാഫ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഷ്കർ, അതുപോലെ തന്നെ നമ്മുടെ സീനിയർ മെമ്പേഴ്സ് കുറേ പേരുണ്ട്.
ആരെയും പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ ഈ ക്ലബിലെ എല്ലാ നല്ല സീനിയർ ആയിട്ടും ജൂനിയർ ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിന്റെ സഹായ സഹകരണത്തോടെയാണ് നമ്മൾ ഈ ക്ലബ്ബ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതാണ്. വരുന്ന ജനറേഷനും അത് ചുമലിലേറ്റ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.